പ്രിയേ, പ്രിയേ. എന്താ ചേച്ചി? ആ, ഞാനേ സിദ്ധുവിന്റെ വീട് വരെ ഒന്ന് പോവാ. പ്രേമിച്ചു ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം വന്നോളാം. നേരെ ഓഫീസിലേക്കല്ലേ വരുന്നത്? അതെ. ചേച്ചിയുടെ ഈ പോക്കും വരവും ഒന്നും നമ്മുടെ മറ്റേ ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. ശരത്തിനെ അവനെയൊക്കെ ആര് നോക്കുന്നു? ചേച്ചി ആ വീട്ടിൽ പോയാ അവനെന്താ? ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവനെന്താ പ്രശ്നമെന്നാ? ഇപ്പൊ ചന്ദ്രയുടെ വലം കൈ ശരത്ത്. ചന്ദ്രയ്ക്ക് പറ്റാത്തത് ഇവനും പറ്റില്ല. അത് മാത്രമല്ല ചേച്ചി, വേറെന്തോ കൂടിയുണ്ട്. ചേച്ചി ആ വീട്ടിൽ സ്ഥിരമായിട്ട് പോകുന്നത് രണ്ടാളും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതിന്റെ കാരണം വളരെ സിമ്പിൾ അല്ലേ പ്രിയെ? ഞാൻ അവിടെ ചെന്നാ പ്രേമിച്ച് രക്ഷപ്പെടുന്നവര് വിചാരിക്കുന്നുണ്ട്. പ്രേമിച്ചിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ പലതിന്റെയും ചുരുളഴിയില്ലേ? ആ ക്രൈമൊക്കെ ചെയ്തത് ഇവരാണെങ്കിലോ? ആണെങ്കിലോ ഒന്നല്ല, ആണല്ലോ. അവരല്ലാതെ വേറെ ആര് ചെയ്യാനാ ഇതൊക്കെ? സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവും. അതാ അവരുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എനിക്കിപ്പോ മുന്നിലും പിന്നിലും കണ്ണുണ്ട് പ്രിയ. ഒരാക്രമണം ഏത് സമയത്ത് സംഭവിക്കുന്ന ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് ഞാൻ നടക്കുന്നത്. വന്നതുപോലെ തിരിച്ചു പോവില്ല ശരത്തും ചന്ദ്രയും, അതുറപ്പാ. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ പ്രിയ? അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ചേച്ചി? എത്ര ദിവസമായി കാണാതായിട്ട്? എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. അമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നതിന്റെ പിന്നിലും ശരത്ത് തന്നെയാന്ന് നമുക്കറിയാലോ. സഹായത്തിന് തങ്കച്ചിയും കൂടി കാണും. പ്രേമേച്ചിയുടെ വീഴ്ചയ്ക്ക് കാരണം ആ ശരത്തും ചന്ദ്രയും. അമ്മയുടെ കാണാതാകലിന് കാരണം ശരത്തും തങ്കച്ചി. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ശരത്ത. അവനാണെങ്കിലോ ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. അവൻ കരുതിയിരിക്കുന്നതേ നമുക്കൊന്നും അറിയില്ലെന്ന. പ്രാണനും കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോവാതിരിക്കാനാ നമ്മൾ അവനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നെന്ന് അവൻ അറിയില്ലല്ലോ. എന്നമ്മ പുറത്തു വരുന്നോ അന്ന് തീരും അവനാ സൗജന്യം. അവന്റെ തല മണ്ണ് തിന്നാൻ ഇനി അധികം കാക്കേണ്ടി വരില്ല. ഞാനെന്തായാലും പോയിട്ട് വരാം. നിരഞ്ജൻ, ഇന്നെന്താ ക്ലിനിക്കില്ലേ? ആ ഉണ്ട്, പോണം. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരാൻ മറന്നുപോയതാണോ അതോ മനഃപൂർവ്വം വരണ്ടാന്ന് തീരുമാനിച്ചതാണോ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ആയിരുന്നു എന്നുള്ള കള്ളം എനിക്ക് കേൾക്കണ്ട. അവിടെ ആയിരുന്നില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലല്ലോ അവിടെ ആയിരുന്നു എന്ന്. അവിടെ അല്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്ക് വേറെ എവിടെയായിരുന്നു എന്ന് പറയാനുള്ള ബാധ്യത കൂടിയുണ്ട്. അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റൂ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോൾ ആ കുടുംബത്തോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിരഞ്ജൻ അത് പാലിക്കാൻ ബാധ്യസ്ഥനുമാണ്. ഇന്നലെ ഞാൻ വന്നില്ല, അതല്ലേ ഞാൻ ചെയ്ത തെറ്റ്. അപ്പോൾ അത് തെറ്റാണെന്നറിയാം. ഒരിക്കലുമില്ല, തെറ്റ് ചെയ്തു എന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാനായിരുന്നു തെറ്റ് ചെയ്തത്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു നിരഞ്ജനെന്ന് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. ആ രീതിയിൽ ചോദിച്ചാൽ അപ്പം മറുപടി കിട്ടും. നിരഞ്ജൻ മറുപടിയൊന്നും പറയണ്ട. നിരഞ്ജൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് എനിക്കറിയാം. എന്നിട്ടാണോ ഓരോന്ന് ചോദിച്ച് എൻ്റെ സമയം കളഞ്ഞത്? അപ്പോഴും ചെയ്തത് തെറ്റായിപ്പോയി എന്ന് നിരഞ്ജൻ സമ്മതിക്കുന്നില്ല. ഒരച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നിരഞ്ജൻ ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു യാചകനെ പോലെ നിൽക്കേണ്ടി വരുന്നത് അതെന്റെ ഗതികേടാണെന്ന് മാത്രം കണ്ടാൽ മതി. ഒരു ഫ്രണ്ടിനൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, കൂടെ നിൽക്കേണ്ടി വന്നു. അതിനപ്പുറം ഒന്നുമില്ല. പറ്റുമെങ്കിൽ എന്നെ വിശ്വസിക്കാം.
കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ ഫ്രണ്ടിന്റെ പേര് മാലിനി എന്നല്ലേ? അവളെവിടെ അപ്പച്ചി? ഇവിടെ ഇല്ല. എവിടെ പോയി? പറഞ്ഞില്ല. നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതല്ലേ ഇങ്ങോട്ടും കിട്ടൂ. ഞാൻ എന്ത് ചെയ്തു എന്നാ? ഈ ചോദ്യം സ്വയം ചോദിക്കുന്നതല്ലേ നല്ലത്. കുറെ നാളായി ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. നിരഞ്ജനെ കാണാൻ തുടങ്ങിയിട്ടും ഒരുപാട് നാളായി. ഈയിടെ മുതലാണല്ലോ നിരഞ്ജൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയത്. എന്റെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റമുണ്ടെന്നാ? ഒരു മാറ്റമില്ല. അത് മോ മാത്രം പറഞ്ഞാ പോരല്ലോ, ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ? ഓ, അപ്പൊ എന്നോടുള്ള വാശി തീർക്കാനാണോ അക്ഷര പുറത്തു പോയത്? സ്വാഭാവികമായിട്ടും ഏതു പെണ്ണും അങ്ങനെ ചെയ്യുമല്ലോ. ഇന്നലെ രാത്രി മോൻ വന്നില്ല. അമ്മയുടെ കൂടെ കഴിഞ്ഞ ദിവസങ്ങൾ ഒഴിച്ച് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആർക്കായാലും വിഷമം തോന്നും, ദേഷ്യവും തോന്നും. അപ്പോ ഭാര്യമാര് പ്രതികരിക്കും. പ്രതികരിച്ചോട്ടെ, നഷ്ടം അവരവർക്ക് തന്നെയായിരിക്കും. അത് മോന്റെ തോന്നല. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടാൻ തുടങ്ങിയ അവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. രണ്ടുപേരും തോൽക്കും. നഷ്ടവും രണ്ടു പേർക്കും തുല്യമായിട്ട് സംഭവിക്കും. എനിക്കാരോടും ഒരു വാശിയില്ല, ആരെയും തോൽപ്പിക്കണമെന്നുമില്ല. എന്റെ അവസ്ഥ അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വേറൊരു വഴിയും എന്റെ മുമ്പിലില്ല അപ്പച്ചി. ആ പറയുന്നത് ശരിയല്ല. നിങ്ങൾക്കിടയില് വഴക്കുണ്ടാകാനൊരു കാരണമുണ്ടല്ലോ. ആ കാരണത്തെ മോൻ വേണ്ടെന്ന് വെച്ചാ പോരെ? അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാരണമല്ല അപ്പച്ചി അത്. നമുക്കായിട്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. അതെന്താ? അതങ്ങനെയാ. എന്നുവെച്ചാ ഒരിക്കലും ആ കാരണം മോനെ വിട്ടുപോവില്ലെന്നാണോ? പോവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.